ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് എനിക്ക് ക്ലാസ് ഒന്നുമില്ല, വെറുതെ ഒരു പണിയില്ലാതെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വെറുതെ തോട്ടിലൊക്കെ വന്നിട്ട് പിന്നെ നമുക്ക് കല്ലറ പാറയിലൊക്കെ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് ഞാൻ അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇവിടുത്തെ തോട് കാണിച്ചു തരാവേ. ഇന്നലെ രാത്രി മഴ പെയ്തിട്ട് നല്ല വെള്ളം ഉണ്ടായിരുന്നു, രാത്രി ഞാൻ വന്നപ്പോൾ നല്ല വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നായപ്പോഴത്തേക്കും തോട്ടിൽ നിന്ന് വെള്ളം ഇറങ്ങി. ഇന്ന് കുറച്ച് വെള്ളമുള്ളൂ ഗൈസ് കണ്ടോ ഗൈസ്, ഇവിടെ വെള്ളമൊക്കെ കലങ്ങി ഗൈസ്. അത് ഇന്നലെ മഴ പെയ്തുകൊണ്ടായിരിക്കും ഗൈസ്. അങ്ങനെ തോടൊക്കെ കണ്ട് ഇന്ന് നമ്മൾ വഴി കണ്ട് എല്ലാ ചപ്പുചാറ് പൂക്കളും പറിച്ചെടുത്തോളാം ഗൈസ്. അങ്ങനെ ഇനി ഞാൻ എൻ്റെ വീട്ടിലുള്ള പൂക്കളൊക്കെ കാണിച്ചു തരാം. വലുതായിട്ടൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടൊന്നുണ്ട്. എൻ്റെ വീട്ടിൽ തെറ്റിയുണ്ട്, അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ചുമപ്പുണ്ട്, ഓറഞ്ച് ഉണ്ട്, പിന്നെ റോസ് ഉണ്ട്, മഞ്ഞയുണ്ട്, പിന്നെ ചന്ദന കളർ പോലെയുള്ള ആ ഒരു കളറുണ്ട് ഗൈസ്. ഇതാണ് തെറ്റിക്ക. നിങ്ങളിത് കഴിക്കാറുണ്ടാ? ഞാനിത് കഴിക്കാറുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ 10 മണിയുണ്ട്, അത് റോസ് ഉണ്ട്, പിന്നെ മഞ്ഞയുണ്ട്, വെള്ളയുണ്ട്, പിന്നെ വേറെ കളറൊക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ വീട്ടിലെ നെല്ലിമരം. ഇത് സത്യത്തിൽ അങ്ങ് നിന്ന് നെല്ലിയാണ്. ഞങ്ങൾ രണ്ടുപേരും മീൻസ് ഞാൻ ചേച്ചിയും കൂടെ. ഇത് നെല്ലി ഉണ്ടാവുമല്ലോ, നെല്ലി ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ചേച്ചിയും കൂടെ ഇതിനെ അവിടെ നിന്ന് പിടിച്ച് വലിച്ച് അതിന് ഇങ്ങ് കൊണ്ട് എത്തിച്ച്. ഇപ്പം ഇത് ടെറസിൽ ഇങ്ങനെയാണ് കിടക്കുന്നത്, കണ്ടാ ടെറസിൽ. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് എനിക്കിങ്ങനെ കയ്യെത്തി പറിക്കാം. ഇതിപ്പം പഴുത്ത് കഴിഞ്ഞാലും കയ്യെത്തി പറിക്കാൻ പറ്റും. ഇതാണ് ഗേസ് നെല്ലിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം ഗേസ്. ഇവിടെ ഫീലിംഗ് അലോൺ ആയിട്ടിരിക്കുന്ന ഒരു കാക്കയെ ഞാൻ കാണിച്ചു തരാം ഗേസ്. പാവം കാക്ക ഗേസ്, ഫീലിംഗ് അലോൺ ആണെന്ന് തോന്നുന്നു. പാവം കാക്ക ഡിപ്രഷൻ മൂഡിൻ്റെ അങ്ങ് വക്കിൽ നിൽക്കുകയാണ് ഗേസ്. അത് അങ്ങനെ ഈ രാവിലത്തെയും ഉച്ചക്കത്തെയും പരിപാടികളെല്ലാം കഴിഞ്ഞ് ഗേസ്. ഇന്ന് നമുക്ക് അവിടെ പോയാൽ മതി. അത് വെയിലൊക്കെ തന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച്. പിന്നെ നിങ്ങളിപ്പോൾ വിചാരിക്കില്ല എനിക്ക് പഠിക്കാനൊന്നും ഇല്ല, അങ്ങനെ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പാടില്ല. എങ്ങനെയുണ്ട്, എനിക്ക് കൊമ്പ് ചേരുന്നുണ്ട് ഗേസ്. അങ്ങനെ പാറയിലോട്ട് പോവാണ് ഗേസ്. ഇത് കണ്ടു, ഈ തേരി എനിക്ക് കയറണം. അപ്പോൾ തേരിയൊക്കെ കയറി ഇനി അവിടെ ചെന്നിട്ടുള്ള കാണിക്കാവേ ഗേസ്. കണ്ടോ ഗേസ്, ഇപ്പോൾ ഇവിടെ ഫുള്ള് കാടായി. ഞാൻ വന്നിട്ട് കുറേ നാളായി ഗേസ്. പക്ഷേ ഇന്ന് മണ്ടൊരു നല്ല രസമാണ് ഗേസ്, ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഇവിടെ ആയിട്ട് ഒരു ആലൊക്കെ ഉണ്ട്. ഇതാണ് ഗേസ് അമ്പലം. പിന്നെ വെട്ടത്തിൻ്റെ കുറവായതുകൊണ്ടാണ് ഞാൻ അധികം കൂടെ ഒന്നും എടുക്കാത്ത ഗേസ്. ഇവിടെ ഒരു അമ്പലമുണ്ട് ഗേസ്. അമ്പലത്തിൻ്റെ ഞാൻ കാണിക്കാം. അപ്പോൾ ഇവിടെ ഫുള്ള് ഇപ്പോൾ ഇങ്ങനെ കാടാണ് ഗേസ്, പക്ഷേ ഇവിടെ നല്ല രസമാണ്. ഇവിടുന്ന് താഴെ നോക്കുമ്പോൾ ഫുള്ള് കല്ലറ സ്റ്റാൻഡാണ്. അപ്പോൾ അവിടെ വണ്ടിയൊക്കെ നിൽക്കുന്ന ഇവിടെ നിന്ന് കാണാൻ പറ്റും. നല്ല രസമാണ് ഗേസ്. ഗേസ് എങ്ങനെയുണ്ട്, പൊളിയല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നല്ല കാറ്റൊക്കെ ആയിരിക്കും കേട്ടോ ഗേസ്, നല്ല കാറ്റ് വീശുന്നുണ്ട്. ഇതാണ് ഗേസ് ഇവിടുന്ന് താഴോട്ടുള്ള കാഴ്ച. അപ്പോൾ ഈ ഇരിക്കുന്നതൊക്കെ ഫുള്ള് കല്ലറ സ്റ്റാൻഡും അവിടുത്തെ കല്ലറ സ്കൂളൊക്കെയാണ് ഗേസ്. ഇതാണ് കല്ലറ ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ബസ്സൊക്കെ വരുന്ന കാണാൻ പറ്റും, നല്ല രസമാണ്. കണ്ടോ ഗേസ്. അങ്ങനെ ഞാൻ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ഗേസ്. അപ്പോൾ ഇനി അതൊക്കെ ഞാൻ പതുക്കെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ ഗേസ്, അപ്പോൾ ഇനി ഇവിടുന്ന് പോവാം ഗേസ്. ഗേസ് അങ്ങനെ പാറ അമ്പലമൊക്കെ കണ്ട് ഗേസ്. ഇനി വീട്ടിൽ തിരിച്ചു പോകണം. അങ്ങനെ തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ബസ്സിലൊക്കെ കയറി. എനിക്ക് അവിടെ നിന്ന് ഓട്ടോയിട്ട് കിട്ടിയ. തിരിച്ചു വന്നപ്പോൾ ഞാൻ ഒരു ചോക്കോബാർക്ക് വാങ്ങി ഗേസ്. പിന്നെ അതൊക്കെ കഴിച്ചങ്ങ് പതുക്കെ നടന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഗേസ്. മഴക്കോളുണ്ട്, മഴയ്ക്ക് മുമ്പ് വീടെത്തണം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നടക്കാണ് ഗേസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ.